Hi dear students, good evening. Yes, JEE aspirants ആണ് നിങ്ങൾ എല്ലാവരും എനിക്കറിയാം. നോക്കൂ, ജെയ്ക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫിസിക്സിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ മറ്റു ചാപ്റ്ററുകളെ പോലെ തന്നെ ഇതിൽ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസുകൾ വളരെ റിപ്പീറ്റ് ചെയ്തിട്ട്, ചില ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിച്ചത് ചില യുണീക്ക് ക്വസ്റ്റ്യൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ പാറ്റേൺ ആണ്. ചില പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. അപ്പോൾ അത്തരം പാറ്റേൺസുകൾ പരിചയപ്പെടലാണ് ഇന്ന് ഈ സെഷനിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത്. ടോപ്പിക്കിൽ നമുക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്കറിയാമത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇതിൽ പ്രധാനപ്പെട്ട സെഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടുകളാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് നോക്കാം. ഒന്ന് നമുക്ക് മോഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. നിങ്ങൾക്കറിയാം, മോഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ആണെന്ത്? F is equal to Q into V cross B, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ട് നമ്മൾ സൈക്ലോട്രോണിലെത്തി അല്ലേ? തുടങ്ങിയ കാര്യങ്ങൾ കംപ്ലീറ്റ് അതൊക്കെ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് പെടുക? മോഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾക്കൊള്ളും. ഓക്കെ അല്ലേ? റെഡി. നോക്കൂ, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബയോട്ട് സവാർട്ട് ലോ. ബയോട്ട് സവാർട്ട് ലോ ആണ്. ബയോട്ട് സവാർട്ട് ലോ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ബയോട്ട് സവാർട്ട് ലോ ബേസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൻ്റെ പാറ്റേൺസ് നമുക്ക് പരിചയപ്പെടാൻ തീർച്ചയായിട്ടും. ദെൻ ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്തുള്ള ഫോഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, F is equal to IL cross B തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ദെൻ ഗാൽവനോമീറ്ററിന്റെ കൺവേർഷൻ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ നമുക്ക് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് വോൾട്ട് മീറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ തവണയും ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനി അത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാനുള്ള അവസരമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഓഫ് ചാർജർ പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. ഞാൻ പറഞ്ഞു, നോക്കൂ, ഒരു ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് F is equal to Q into V cross B. അറിയാലോ നിങ്ങൾക്ക്? ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല, നമ്മൾ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത്, നോക്കൂ, ചാർജർ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, പെർപെൻഡിക്കുലർ ആയിട്ട്, കാരണം ഇവിടെ ബിയും വിയും തമ്മിലുള്ള ആംഗിള് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് തീറ്റ എത്രയായിരിക്കും? തീറ്റ 90 ഡിഗ്രിയാണ്. അത്തരം സന്ദർഭത്തിൽ നമുക്ക് മാക്സിമം ഫോഴ്സ് ആയിരിക്കും കിട്ടുക. ആ മാക്സിമം ഫോഴ്സ് ആണ് എന്ത്? QVB എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് QVB. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ സൈക്ലോട്രോണിലേക്ക് വരുന്നത്. അപ്പോൾ ചാർജർ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്യുക? അത് സർക്കുലർ പാത്താണ് കവർ ചെയ്യുക അല്ലേ? സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റിന് എന്ത് വേണം? സെൻട്രിപെറ്റൽ ഫോഴ്സ് റിക്വയർഡ് ആണ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അതാണ് mv² ഡിവൈഡഡ് ബൈ r. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് QVB. അപ്പോൾ ഇതിൽ നോക്കൂ, നമുക്ക് VV കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? നമുക്ക് ഇവിടെ റേഡിയസ് ഓഫ് ദ സർക്കുലർ പാത്തിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് R is equal to mv ഡിവൈഡഡ് ബൈ QB. സി, വെരി ഇൻട്രസ്റ്റിംഗ്ലി ജെയിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇക്വേഷനെ മാത്രം ബേസ് ചെയ്ത് ചോദിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്. അത് നോക്കും, ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി പറയാനല്ല ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ജെയ്ക്ക് ചോദിക്കാറുള്ള കുറഞ്ഞ എഫേർട്ട് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്കാക്കാൻ പറ്റുന്ന ചില പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, നോക്കൂ, 2022 ഏതോ കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള JEE ട്രെൻഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ 2022 ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ബീം ഓഫ് ലൈറ്റ് ട്രാവലിംഗ് അലോങ് എക്സ് ആക്സിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് EY equal to 900 sin omega into T minus X by C. The ratio of electric force to the magnetic force on a charge Q moving along y-axis with speed 3 into 10 raised to 7 meter per second will be. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ വാല്യൂസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഇവിടെ ലൈറ്റിൻ്റെ സ്പീഡ് 3 into 10 raised to 8 ആണ്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾക്കറിയാം റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് ടു മാഗ്നറ്റിക് ഫോഴ്സ്, റേഷ്യോ ഓഫ് ഇലക്ട്രിക് ടു മാഗ്നറ്റിക് ഫോഴ്സ്. ദാറ്റ് മീൻസ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കൂ, FE ഡിവൈഡഡ് ബൈ FB, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൽ ചാർജഡ് പാർട്ടികൾ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് QE ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ കിട്ടുക? QVB ഡിവൈഡഡ് ബൈ QVB. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്, ചാർജ് പാർട്ടിക്കിൾ. ഓക്കെ, മാത്രമല്ല ഇവിടെ വൈ ഡിറക്ഷനിലാണ്, എക്സ് ഡിറക്ഷനിലാണ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വൈ ഡിറക്ഷനിലാണ് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു QE ഡിവൈഡഡ് ബൈ QVB കൊടുക്കാം. പക്ഷെ നമുക്ക് നോക്കും, മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടോ? ഇല്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ മാക്സിമം വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 900 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റെഡി. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബി കണ്ടെത്തേണ്ട ആവശ്യമില്ല. കാരണം വി ഹാവ് ദ വെരി ഫേമസ് റിലേഷൻ C is equal to നമ്മുടെ ഇക്വേഷൻ എന്താ? E0 ഡിവൈഡഡ് ബൈ B0 അല്ലേ? C, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. റെഡി? അപ്പൊ നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് നോക്കൂ, ഈ വാല്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. E/B ഇവിടെ നിങ്ങൾക്ക് കാണാം. അതുപോലെ Q നമുക്ക് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? E/B into 1/V എന്ന് കിട്ടി. വാട്ട് ഈസ് E/B? ദാറ്റ് ഈസ് C ഡിവൈഡഡ് ബൈ V എന്ന ഇക്വേഷനിലേക്ക് എത്തി. ആരാണ് C? 3 into 10 raised to 8 meter per second ഡിവൈഡഡ് ബൈ വെലോസിറ്റി. എത്ര? പാർട്ടിക്കിൾ വെലോസിറ്റി 3 into 10 raised to 7 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. 3 into 10 raised to 7. ക്ലിയർ അല്ലേ? therefore 3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മളോട് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. therefore F electrostatic is to F magnetic, that is equal to 10:1 എന്ന ആൻസറിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ കഴിയും. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഈസി അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റനിലേക്ക് കിട്ടിയിട്ടുള്ളത്. റെഡി? ഓക്കെ, യെസ്. നോക്കൂ, ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാരണം എത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കുറഞ്ഞ സമയം കൊണ്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എവിടെയോ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല, 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 charged particles having same kinetic energy. അപ്പോൾ നമുക്ക് ഇവിടെ കൈനറ്റിക് എനർജി സെയിം ആണ്. സെയിം കൈനറ്റിക് എനർജി ആർ allowed to pass through a uniform magnetic field perpendicular to the direction of motion. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? അത് സർക്കുലർ പാത്ത് ഫോളോ ചെയ്യും. യു നോ ദാറ്റ് ഇഫ് ദ റേഷ്യോ ഓഫ് റേഡിയൈ ഓഫ് ദ സർക്കുലർ പാത്ത് ഈസ് 6 നോക്കൂ, സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ റേഷ്യോ 6:5 ആൻഡ് റെസ്പെക്റ്റീവ് മാസിന്റെ റേഷ്യോ എത്രയാണ്? ദാറ്റ് ഈസ് 9:4. ദെൻ റേഷ്യോ ഓഫ് ദെയർ ചാർജസ് ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അഗെയിൻ ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് റേഡിയസിന്റെ ഇക്വേഷൻ എന്താ? R is equal to mv divided by qb. R is equal to mv divided by qb. ഇതിൽ നോക്കൂ, നമുക്ക് വേണ്ടത് എന്തിന്റെ റേഷ്യോ ആണ്? ക്യൂവിന്റെ റേഷ്യോ ആണ്. അത് നോക്കൂ, therefore q is equal to നമുക്ക് എന്ത് എഴുതാം? mv divided by rb എന്ന് കൊടുക്കാം. rb. ക്ലിയർ? Now therefore q1 divided by q2 is equal to എന്തൊക്കെയാണ് വേണ്ടത്? മാസിന്റെ റേഷ്യോ m1 divided by m2 into v1 divided by v2 into R2 divided by R1. കാരണം R ഡിനോമിനേറ്ററിലാണ്.
പിന്നെ സെയിം മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ബി തമ്മിൽ എന്തായിരിക്കും? ബി ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ബി ക്യാൻസൽ ചെയ്ത് പോകും. അത് നമ്മൾ എഴുതേണ്ടതില്ല. ഓക്കെ. ഓ, ഇവിടെ നോക്കൂ, കൈനറ്റിക് എനർജി, സെയിം കൈനറ്റിക് എനർജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൈനറ്റിക് എനർജിന്റെ ടേമിലേക്ക് നമുക്ക് ഇക്വേഷൻ മാറ്റണം. ഓക്കെ, അത് നോക്കൂ, നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ് നോക്കൂ, കൈനറ്റിക് എനർജിന്റെ ടേമിലേക്ക് ഇതെങ്ങനെ മാറ്റുക? ആർ ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം കൈനറ്റിക് എനർജി P is equal to root of 2mk എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി അല്ലേ എം വി. റെഡി? അപ്പോൾ എം വി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2mk, അല്ലെങ്കിൽ k is equal to p സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? റൂട്ട് ഓഫ് 2mk ഡിവൈഡഡ് ബൈ QB എന്ന ഇക്വേഷൻ കൊടുക്കാം. QB. അങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ, ഇതിൽ നമുക്ക് ആരൊക്കെ ഉള്ളത് നോക്കൂ. സി ദിസ് 2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ m1 ഡിവൈഡഡ് ബൈ m2 ഹോൾ റേസ് ടു ഹാഫ്, കാരണം റൂട്ടിന്റെ ഉള്ളിലാണ്. ദെൻ നോക്കൂ, പിന്നെ ഇവിടെ ഉള്ളത് കൈനറ്റിക് എനർജിയാണ്. പക്ഷേ കൈനറ്റിക് എനർജി എന്താ? സെയിം കൈനറ്റിക് എനർജി ഇത് ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി പോകും. ദെൻ നോക്കൂ, പിന്നെ നമുക്ക് ആരാ വേണ്ടത്? ചാർജ് ഇങ്ങോട്ട് പോയാൽ നമ്മുടെ ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ, ദാറ്റ് ഈസ് Q ആണ്, ക്യൂവിൻ്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. റൂട്ട് ഓഫ് 2mk ഡിവൈഡഡ് ബൈ RB. ഓക്കെ, നൗ ദെർഫോർ ഇൻടു R1 ഡിവൈഡഡ് ബൈ R2 ആണോ? അല്ല, തിരിച്ച് R2 ഡിവൈഡഡ് ബൈ R1. വേറൊന്നുമില്ല, ബി ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, M1 M2ന്റെ റേഷ്യോ, നമുക്ക് മാസിന്റെ റേഷ്യോ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ദെൻ റേഷ്യോ ഓഫ് ദെയർ മാസസ് നോക്കൂ, 9:4 ആണ്. അപ്പം 9/4ന്റെ റൂട്ട് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1, അതെത്രയാണ്? 6:5 എന്ന് പറഞ്ഞാൽ R1:R2 ആണ്. അപ്പോൾ 5/6 എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇൻറ്റു 5/6 എന്ന് കിട്ടി. ക്യാൻസൽ ചെയ്തു. നമുക്ക് 5/4 എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ദ ആൻസർ ഈസ് 5:4. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? ഇതേ പാറ്റേണിൽ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഞാൻ വീണ്ടും പറയുന്നത് നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയുള്ള ക്വസ്റ്റ്യൻ ആണ്? 2022 ക്വസ്റ്റ്യൻ ആണ്. 2022 ക്വസ്റ്റ്യൻ. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെയിം പാറ്റേൺ. യെസ്, എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് in a uniform magnetic field in a cyclotron. The kinetic energy of the charged particle increases to 4 times the initial value. Okay, kinetic energy increases to 4 times the initial value. Initial value in the 4 times like one. What will be the ratio of new radius to the original radius of the circular path? യെസ്, ന്യൂ റേഡിയസ് ഒറിജിനൽ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നോട്ട് ചെയ്യാം. പുതിയ ന്യൂ കൈനറ്റിക് എനർജി എത്ര? 4 times ദ ഇനീഷ്യൽ കൈനറ്റിക് എനർജി. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? ദാറ്റ് ഈസ് R' ഡിവൈഡഡ് ബൈ R is equal to what? ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ അതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഏതാണ്ടത്? ആറിൻ്റെ ഇക്വേഷൻ. അത് നോക്കൂ, ഒരേ വർഷം തന്നെ നോക്കൂ, വ്യത്യസ്ത എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് തമ്മിലുള്ള സിമിലാരിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സത്തിലെ എല്ലാ പോയിന്റുകളും കൂടെ ഡിസ്കസ് ചെയ്യാനല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അതിൽ ഏറ്റവും റെക്കറൻസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എങ്ങനെ കുറഞ്ഞ എഫേർട്ടിൽ മാർക്കാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വന്നത്. ഓക്കെ, പലരും ആൻസറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. അത് നോക്കൂ, R is equal to നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നേരത്തെ പോലെ തന്നെ റൂട്ട് ഓഫ് 2mk divided by QB. 2mk divided by QB. യെസ്, ഇനി നോക്കൂ, R' ഡിവൈഡഡ് ബൈ R is equal to റൂട്ട് ഓഫ് 2m, kന്റെ വാല്യൂ 4k വന്നു, ഡിവൈഡഡ് ബൈ വേറെ ഒന്നിലും മാറ്റം വന്നില്ലല്ലോ? ഇല്ല, QB ഇൻറ്റു QB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു k. ക്യാൻസൽ ചെയ്തോ? നോക്കൂ, 2mk
2mk കട്ട് ചെയ്തു, qb കട്ട് ചെയ്തു, ബാക്കി ആരാ നമുക്കുള്ളത്? The rest is 2. Therefore the answer is 2:1 is the final answer. 2:1 is the final answer. എത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കൂ ജെയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, എത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊന്നും ഒരിക്കലും നിങ്ങൾ വിടരുത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്തരം നിസ്സാരമായ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. യെസ്, എ പ്രോട്ടോൺ ആൻഡ് എൻ ആൽഫ പാർട്ടിക്കിൾ ഓഫ് സെയിം വെലോസിറ്റി enter in a uniform magnetic field which is acting perpendicular to the direction of motion. The ratio of the circular paths described by the alpha particle and proton is again JEE 2022 question. Okay, യെസ്, നോക്കൂ, വീണ്ടും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റേഡിയസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. R is equal to mv divided by qb. R is equal to mv divided by qb. ഓക്കെ, എന്നിട്ട് ആരൊക്കെയാണ് ഇതിലുള്ളത്? ഒന്ന് പ്രോട്ടോൺ ആണ്, രണ്ട് ആൽഫ പാർട്ടിക്കിൾ ആണ്. രണ്ടിനും സെയിം വെലോസിറ്റി എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റേഷ്യോ ഓഫ് റേഡിയസിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. യെസ്, നോക്കാം നമുക്ക്. അപ്പോൾ ആർ പ്രോട്ടോൺ അല്ലേ, ആദ്യം സംസാരിച്ചത് ആൽഫ പാർട്ടിക്കിൾ ആണ് കേട്ടോ. ആദ്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് പ്രോട്ടോൺ എന്നാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ നോക്കൂ, റേഡിയസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് പ്രോട്ടോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു വെലോസിറ്റി സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് കെയർ ചെയ്യേണ്ട. ചാർജ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ, മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണ്, കാരണം ചാർജ് ഡിനോമിനേറ്ററിലാണ്, തിരിച്ചിടാൻ മറന്നു പോകരുത്. ഓക്കെ, എം ആൽഫ എത്രയാണ്? 4m ആണെങ്കിൽ m ആണ് പ്രോട്ടോണിന്റെ മാസ് എങ്കിൽ ആൽഫ പാർട്ടിക്കിളിന്റെ മാസ് 4m ഇൻറ്റു ചാർജ് ഓഫ് പ്രോട്ടോൺ എന്താ? E ഡിവൈഡഡ് ബൈ ആൽഫ പാർട്ടിക്കിളിൻ്റെ 2 E. കട്ട് ചെയ്തോ, m കട്ട്, E കട്ട്. The answer is 2:1. 2:1 is the right answer. Oh, how simple it is. Clear അല്ലേ? ready? Okay, fine. നിങ്ങൾ പലരും ആൻസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ലൈറ്റ് ബീം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഈസ് ഈക്വൽ ടു 800 sin omega into t minus x by c. Light beam. An electron is allowed to move normal to the propagation of light beam with a speed of 3 into 10 raised to 7 meter per second. What is the maximum magnetic field? What is the maximum magnetic force exerted on the electron എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ്. ഇത് നോക്കൂ, 2021 ക്വസ്റ്റ്യൻ ആണ്. 2021 ക്വസ്റ്റ്യൻ. കാരണം ഇതുപോലെ സിമിലർ ആയ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല? മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് കാണാൻ പറഞ്ഞ എന്താ? മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടെത്തേണ്ട രീതി നമുക്കറിയാം. സി എന്ന് പറഞ്ഞാൽ ആരാണ്? E0 ഡിവൈഡഡ് ബൈ B0 ആണല്ലോ. C = E0 by B0. ഓക്കെ, E0 ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണത്? 800 ആണ്. That is 800 divided by B0. Therefore, you can say B0 is equal to 800 divided by 3 into 10 raised to 8. Clear? Okay. ഇനി നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് പോകാം. ഏതാണത്? മാഗ്നറ്റിക് ഫോഴ്സ് FB is equal to QVB. കാരണം മാക്സിമം ആണ് ക്വസ്റ്റ്യൻ. മാക്സിമം എത്ര ഉണ്ടാവുക? θ90 ആവുന്ന സമയത്ത്. That is equal to 1.6 ഇലക്ട്രോൺ ആണ്. 10 raised to 19 into സ്പീഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3 into 10 raised to minus 7. Sorry, 10 raised to 7. 3 into 10 raised to 7 into B എത്രയാണ്? 800 divided by 3 into 10 raised to 8. See, 3 cut. ഓക്കെ, ബാക്കി നമുക്ക് ആരൊക്കെ ഉള്ളത്? ബാക്കിയുള്ളത് നമുക്ക് ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 into 8 നമുക്ക് കൊടുക്കാം അല്ലേ? വേറെ ആരുമില്ലല്ലോ. 1.6 into 8. 6 into 8 48. ഓക്കെ, by 4. Then 8 plus 4 12.
ഒരു ഡെസിമൽ പ്ലേസ് 12.8 ഇൻറ്റു 10 നോക്കൂ, ഇവിടെ നമുക്ക് 8 ഉണ്ട്, അത് 7 കട്ട് ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു 10 ബാക്കിയായി. ആ 10 മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് 10⁻⁻20 എന്നല്ലേ കിട്ടുന്നത്, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.28 ഇൻറ്റു 10 രണ്ട് സീറോ ഇവിടെ ഉണ്ട് കേട്ടോ. ആ സീറോനെ നമ്മൾ ഡീൽ ചെയ്തിട്ടില്ല. ഇവിടെ 2 സീറോ കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ഇവിടെ +2 കൂടെ വരും. +2 ശരിയല്ലേ? നോക്കൂ ഇവിടെ 1.6 ഇൻറ്റു 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 12.8 നമുക്ക് കിട്ടി. ഇൻറ്റു 10 ഒരു 10 ഇവിടെ ഉണ്ട്. ആ 10ഉം അതാ ഒരു സീറോ നമ്മളിവിടെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരല് 10⁻1 വരുള്ളൂ. Therefore you will get this is 10⁻18 എന്ന ആൻസർ കിട്ടും. ഓക്കെ, കട്ട് ചെയ്ത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ നോക്കൂ, ഒരു സീറോ 10 നമ്മൾ ക്യാൻസൽ ചെയ്തു. 0 10 ക്യാൻസൽ ചെയ്തു. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1.6 ഇൻറ്റു 8, ദാറ്റ് ഈസ് 12.8 കിട്ടി. പിന്നെ ഇവിടെ ഒരു 10 ബാക്കിയുണ്ട്. ആ 10 ഇതാ ഇങ്ങോട്ട് വന്നു. 10⁻18 വന്നു. ഓക്കെ, ദെൻ ഒരു ഡെസിമൽ പ്ലേസ് നമുക്ക് ഇതാ ഇവിടെ ക്ലിയർ ചെയ്തു. 1.8 ഇൻറ്റു 10⁻18 ഈസ് ദ റൈറ്റ് ആൻസർ ഇല്ലേ? 1.28 ഇൻറ്റു 10⁻18. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. പ്രോബ്ലംസ് കുറേ ചെയ്തു, കിട്ടുന്നില്ല, എനിക്ക് ബുദ്ധിയില്ല. ആര് പറഞ്ഞത് എനിക്ക് ബുദ്ധിയില്ല എന്ന്? കേട്ടോ, ഒരാൾക്കും പ്രോബ്ലംസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ പ്രോബ്ലംസും കിട്ടൂല കേട്ടോ. പ്രോബ്ലംസ് കിട്ടുന്നത് നമ്മൾ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. ഒരാൾക്കും ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയ പ്രോബ്ലംസുകളല്ല ഇതൊന്നും. അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പ്രാക്ടീസിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻസുകളൊക്കെ ആണ് ശരിയായി ഒക്കെ ഉഷാറായിട്ട് പോകും എന്ന് ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. ഒന്നും ഒരൊറ്റ രാത്രി കൊണ്ടോ പകൽ കൊണ്ടോ ഉണ്ടാകുന്ന കാര്യമല്ല എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. Two ions having same mass have charges in the ratio 1:2. Charges in the ratio 1:2. They are projected normally in a uniform magnetic field with their speeds in the ratio 2:3. 2:3. The ratio of the radii of their circular trajectories. നോക്കൂ, നിങ്ങൾ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത് ശ്രദ്ധിക്കൂ. സെയിം കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. റേഡിയസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ R is equal to mv divided by qb. ഈ ക്വസ്റ്റ്യനൊക്കെ ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയണം കേട്ടോ. കാരണം ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത്, ഇതുവരെ ചെയ്തത്. ഇനി നമ്മൾ പാറ്റേൺ മാറാൻ പോവാണ്. ഓക്കെ, എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്? സെയിം മാസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാസ് രണ്ട് ആൾക്കും സെയിം ആണ്. സെയിം മാസ് ഹാവ് ചാർജിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദെൻ വെലോസിറ്റി സ്പീഡിൻ്റെ റേഷ്യോയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ ഇനി ഒന്നും ചെയ്യാനില്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ദാറ്റ് ഈസ് R1 divided by R2 ദാറ്റ് ഈസ് ഈക്വൽ ടു M1 divided by M2. പറയാനില്ല, കാരണം മാസ് സെയിം ആണ്. അപ്പോൾ M/M എന്നാണ്, കട്ട് ചെയ്ത് പോകും. ദെൻ V1 divided by V2 ഇൻറ്റു Q2 divided by Q1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനിയൊന്നും ചെയ്യാനില്ല, കാരണം സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പോൾ ഇനി വേഗം കട്ട് ചെയ്തോ. നോക്കൂ, V1 by V2 എന്താണ്? 2 divided by 3 ഇൻറ്റു ചാർജിൻ്റെ റേഷ്യോ എന്താണ്? 1/2. ആ 1/2 Q1 by Q2 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ 2 divided by 1. ശരിയല്ലേ? Therefore you will get 4/3 as the right answer. 4:3 is the correct answer. 4:3. Very good. 4:3 വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ല ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ JEEക്ക് ചോദിച്ചത് അല്ലേ? അത് ഒരു എക്സാമിലല്ല, ഇങ്ങനെ വ്യത്യസ്ത എക്സാമിൽ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ,
അടുത്തതും കൂടെ നോക്കാം. ഒരു ക്വസ്റ്റൻ കൂടെ ഈ പാറ്റേണിൽ നമുക്ക് ചെയ്യാം. നോക്കും. എ പ്രോട്ടോൺ, an electron and a helium nucleus have same energy. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരേ എനർജി മീൻസ് ഒരേ കൈനറ്റിക് എനർജിയാണ്. എന്നിട്ടോ they are in circular orbits in a plane due to magnetic field perpendicular to the plane. Okay, RP, RE, RHE be the respective radii. Then താഴെ പറഞ്ഞു നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ച് 2012 ചോദിച്ചിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്, 2019. വളരെ റീസെൻ്റ് ആയിട്ടുള്ള 3 വർഷങ്ങളിൽ ഇതേ ക്വസ്റ്റ്യൻ ഒരേപോലെ തന്നെ ചോദിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നോക്കാം നമുക്ക്. ആർ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? MV ഡിവൈഡഡ് ബൈ QB. ഇക്വേഷൻ എവിടെ നിന്നാണ് വന്നതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്, അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നോക്കൂ. ആർ ഈസ് ഈക്വൽ ടു MV. ബാക്കിയുള്ള ഒരു ആൻസർ പറയൂ. ഓക്കെ, റെഡി. ദാറ്റ് ഈസ് നോക്കൂ, ആർ ഇസ് ഈക്വൽ ടു MV ഡിവൈഡഡ് ബൈ QB ആണ്. അതിന് എനർജിൻ്റെ ടേമിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? 2√2mk ഡിവൈഡഡ് ബൈ QB. √2mk ഡിവൈഡഡ് ബൈ QB. സെയിം കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജി എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട്. അപ്പോൾ കെനെ കുറിച്ച് നമ്മൾ കൺസേൺ ആവണ്ട. പിന്നെ നമുക്ക് ആരാ വേണ്ടത്? നോക്കൂ, അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഒരേ മാഗ്നറ്റിക് ഫീൽഡിലേക്കാണ്. അപ്പോൾ നമുക്കുള്ളത് √m ഡിവൈഡഡ് ബൈ Q ആണ്. √m ഡിവൈഡഡ് ബൈ Q. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ R ആരൊക്കെ ഉള്ളത്? R ഇലക്ട്രോൺ ഈസ് ടു ആദ്യം ആരാ പറഞ്ഞത്? സോറി, R പ്രോട്ടോൺ ആണ്. റേഡിയസ് പ്രോട്ടോണിൻ്റെ സർക്കുലർ റേഡിയസ്, ഇലക്ട്രോണിൻ്റെത് ഈസ് ടു HE, ആൽഫ പാർട്ടിക്കിൾ ആയിട്ട് എടുക്കാം. ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതാം? ദ മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പ്രോട്ടോൺ. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്താ? E ഈസ് ടു ഇലക്ട്രോണിൻ്റെ കേസിൽ മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ E. ദെൻ നോക്കുക, ഇക്വേഷൻ ഞാനൊന്ന് നീക്കി വെക്കാം. യെസ്, ദാറ്റ് ഈസ് ഈസ് ടു ദെൻ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് നമുക്കറിയാം. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് എത്രയാണ്? 4 ടൈംസ് മാസ് ഓഫ് പ്രോട്ടോൺ ഡിവൈഡഡ് ബൈ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് E. ക്ലിയർ? യെസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസും മാസ് എന്ന് പറഞ്ഞത് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 4 ടൈംസ് ആണ്. 4 ടൈംസ്. ക്ലിയർ? ഇനി ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ പ്രത്യേകത, ഇലക്ട്രോണിൻ്റെ മാസ് വളരെ സ്മോൾ ആണ്. 9.1 × 10⁻³ കിലോഗ്രാം. അത് പ്രോട്ടോണിൻ്റെ മാസായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1836 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നോക്കൂ, ഈ 2ഉം ഈ √4ഉം തമ്മിൽ കട്ട് ചെയ്തു. ക്ലിയർ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, √MP ഡിവൈഡഡ് ബൈ E ആണ് പ്രോട്ടോണിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് വരുന്നത്. ഇവിടെ നമുക്ക് വരുന്നത് നോക്കൂ, √MP/E തന്നെ. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ മീനിങ് പ്രോട്ടോണിൻ്റെയും ഹീലിയം ന്യൂക്ലിയസും ട്രാവൽ ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഈക്വൽ ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇനി അതിനെ നമുക്ക് ആരായിട്ട് കമ്പയർ ചെയ്യണം? ഇലക്ട്രോണിൻ്റെ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. അതിന് നമുക്ക് ഡിഫറൻസ് ഇവിടെ ഉള്ളതായിരിക്കാണ്? ഇലക്ട്രോണിൻ്റെ മാസിനാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്താ? അത് പ്രോട്ടോണിൻ്റെ മാസിനേക്കാൾ ഒരുപാട് കുറവാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. 1836 ടൈംസ് മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് പ്രോട്ടോൺ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നോക്കൂ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനേക്കാൾ ഒരുപാട് കുറവാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആൻസർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഫൈനലി നമ്മൾ എങ്ങനെ പറയാം? ഫൈനലി നമുക്ക് പറയാം, therefore RP = RHE. പിന്നെ ഇത് വലുതാണ് ആരേക്കാൾ? ഇലക്ട്രോണിനേക്കാൾ. ക്ലിയർ അല്ലേ? ഇങ്ങനൊരു ആൻസർ നമുക്ക് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സി RP = ഓക്കെ, ദിസ് ഈസ് ഓക്കെ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ ലെസ് ദാൻ കൊടുത്തപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ ഉള്ളത് =RP, ഓക്കെ, ഈക്വൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ. ഏതാ ആൻസർ? ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ B ഈസ് കറക്റ്റ്. ഓപ്ഷൻ B ഈസ് കറക്റ്റ്. റെഡി? ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ B. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് അടുത്ത പാറ്റേണിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
നെക്സ്റ്റ് പാറ്റേൺ ഓഫ്, അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് അടുത്തൊരു പാറ്റേണിലേക്ക് പോകുന്ന സമയത്ത് ഫീൽഡ് ഡ്യൂ ടു പോളിഗൺ. ഫീൽഡ് ഡ്യൂ ടു പോളിഗൺ ഇതും വളരെ റിപ്പീറ്റ് ചെയ്ത് JEE എക്സാമിന് ചോദിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ, സപ്പോസ് ഒരു എനി പോളിഗൺ, അത് ട്രയാങ്കിൾ ആവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു റെഗുലർ പോളിഗൺ കേട്ടോ, റെഗുലർ പോളിഗൺ ഒരു ട്രയാങ്കിൾ ആവാം, അതല്ലെങ്കിൽ നോക്കൂ അതൊരു സ്ക്വയർ. ഒരു സ്ക്വയർ ഞാൻ എടുത്തു, ഇറ്റ്സ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ കേസിലൊക്കെ നിങ്ങൾക്ക് പറയാം ഇവിടെ സൈഡ് ലെങ്ത് നോക്കൂ, ഇതിൻ്റെ സൈഡ് ലെങ്ത് L, ഇവിടെ സൈഡ് ലെങ്ത് നോക്കൂ, ഒക്കെ സൈഡ് ലെങ്ത് L. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാൻ, സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്ന് സർട്ടൻ ഡിസ്റ്റൻസ് അകലെയുള്ള അല്ലെങ്കിൽ R പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. μ0I ഡിവൈഡഡ് ബൈ 4π × sin α + sin β. ആ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അത് നോക്കൂ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണിത്. ഇത് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നോക്കൂ, അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ ആദ്യം കണ്ടെത്തണം. പിന്നെ ഈ ആംഗിൾ, ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 30 ഡിഗ്രി ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്തി അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഇത്തരം ഏത് ക്വസ്റ്റ്യനും വിത്തിൻ നോ ടൈം നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് ഫീൽഡ് ഡ്യൂ ടു പോളിഗൺ. എന്താ ഇക്വേഷൻ നോക്കൂ, μ0 Ni ഡിവൈഡഡ് ബൈ πL ഇൻറ്റു tan π/n sin π/n. സിമ്പിളാ. പക്ഷെ ഇതിൽ n ആരാണ്? നോക്കൂ, ഇതിൽ n എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്, നമ്പർ ഓഫ് ടേൺസ് അല്ല, നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ആണ് നിങ്ങൾ ഡീൽ ചെയ്യുക, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ n = 3. അപ്പോൾ ഈ കേസിൽ n = 3 ആണ്. n = 3. ഇവിടെ n = 4 ആണ്. n = 4. ഓക്കെ, ഇനി ഇതിന് പുറമെ ഇതിന്റെ മുകളിൽ നോക്കൂ, നമ്പർ ഓഫ് ടേൺസുകൾ, കൂടുതൽ ടേൺസ് ഉണ്ടെങ്കിലോ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ള ഒരു ക്യാപിറ്റൽ N കൂടെ നിങ്ങൾ ഈ ഇക്വേഷൻ കൂട്ടണം. ഒരു സിംഗിൾ ടേൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാണ്, സെന്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഞാനിതിങ്ങനെ പറയാൻ നോക്കൂ, ഇത് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ 2021, 2019, 2018 ചോദിച്ചിട്ടുള്ളത് ഇതേ സംഭവമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിഫറൻറ്റ്, അപ്പോൾ L എന്ന് പറഞ്ഞത് സൈഡ് ലെങ്ത് കേട്ടോ, L സൈഡ് ലെങ്ത് ആണ് L. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. μ0 Ni ഡിവൈഡഡ് ബൈ πL ഇൻറ്റു sin π/n tan π/n. ഓക്കെ, L എന്താണ്? സൈഡ് ലെങ്ത് ആണ്. N നമ്പർ ഓഫ് സൈഡ്സ് ആണ്, നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോയി നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ നോക്കൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, 2021 ക്വസ്റ്റ്യൻ ആണ്. 2021 ചോദിച്ചിട്ടുള്ളത് എ കറന്റ് ഓഫ് 1.5 ആംപിയർ, current of 1.5 ampere is flowing through a triangle of side എത്രയാണ്? 9 centimeter each. The magnetic field at the centroid of the triangle is, triangle സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നോക്കൂ, നമുക്ക് കറണ്ട് 1.5 ആംപിയർ, സൈഡും ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ കറണ്ടിൻ്റെ ഡിറക്ഷൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. ഡിറക്ഷൻ നമുക്ക് അവസാനം നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് പേജിൽ അത് ചെയ്യാം. അപ്പോൾ നോക്കൂ, കറണ്ട് 1.5, സൈഡ് ലെങ്ത് 9 സെൻറ്റിമീറ്റർ. നമ്മുടെ ഇക്വേഷൻ എന്താ? B = μ0 Ni ഡിവൈഡഡ് ബൈ πL sin π/n then tan π/n. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0 എന്താ? 4π × 10⁻⁻⁷. ട്രയാങ്കിൾ ആണ്, സൈഡ് 3, കറണ്ട് 1.5 ഹോൾ ഡിവൈഡഡ് ബൈ π ഇൻറ്റു സൈഡ് ലെങ്ത് 9 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞത്, മീറ്റർ ആക്കി കണ്ടോ, ഇൻറ്റു സൈൻ π/3 π/3 ഇൻറ്റു tan π/3.
കട്ട് ചെയ്യാം പൈ കട്ട്. നോക്കൂ 3ഉം 9ഉം കട്ട് ചെയ്തു 3 കിട്ടി. ആ 3ഉം 1.5 കട്ട് ചെയ്തു ഇവിടെ 2 കിട്ടി. ആ 2ഉം 4ഉം കട്ട് ചെയ്തു ഹിയർ യു വിൽ ഗെറ്റ് 2. therefore the answer is നോക്കൂ ഇവിടെ 2 ഉണ്ട് ഇൻറ്റു 10⁻⁻7 ഇൻറ്റു സൈൻ 60 അല്ലേ. സൈൻ 60 എത്ര √3/2. tan 60 എത്രയാണ് √3. therefore again നോക്കൂ 2 കട്ട്. ബാക്കി ആരുള്ളത് √3 ഇൻറ്റു 3 3 ഇൻറ്റു 10⁻⁻7. ഇവിടെ ഒരു 10⁻2 ഇതാ നമ്മൾ റീറ്റെയിൻ ചെയ്തില്ല. ഡിവൈഡഡ് ബൈ 10⁻2 ഉണ്ട്. അത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 10⁻2 ആയി. മനസ്സിലായല്ലോ? ഈ 10⁻2 ആണത്. ഈ 10⁻2. therefore here you will get 10⁻5 ടെസ്ല എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇനി നോക്കൂ ഇതിൻ്റെ ഡിറക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഡിറക്ഷനെ കുറിച്ചിട്ട് കറണ്ടിന്റെ ഡിറക്ഷനെ കുറിച്ച് എന്താ പറഞ്ഞത്? അസ്യൂം ദാറ്റ് കറണ്ട് ഈസ് ഫ്ലോയിങ് ദ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ കറണ്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഈസ് മൂവിങ് ലൈക്ക് ദിസ്. ഇതാണ് കറണ്ടിന്റെ ഡിറക്ഷൻ ക്ലോക്ക് വൈസ്. എന്നിട്ട് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെൻട്രോയിഡ്. അങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാം. നോക്കൂ ഈ രൂപത്തിൽ ഇതാ നമ്മളിവിടെ റൈറ്റ് ഹാൻഡിലെ ഫിംഗേഴ്സിനെ കേൾ ചെയ്താൽ തമ്പ് എങ്ങട്ടാ പോയിന്റ് ചെയ്യുന്നത് into the plane of the loop. അപ്പോൾ ആൻസർ എന്താ 3 × 10⁻⁻5 ടെസ്ല into the plane of the loop. അങ്ങനെ ആൻസർ ഉണ്ടോ? 3 × 10⁻5 എന്നതിലാകൊന്നുള്ളൂ. അപ്പോൾ വേറെ നോക്കാനേ ഇല്ല. ഇൻസൈഡ് ദ പ്ലെയിൻ ഓഫ് ദ ട്രയാങ്കിൾ. ഇൻസൈഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ ലൂപ്പ് ആണ് ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസി അല്ലേ? എത്ര ഈസി ക്വസ്റ്റ്യൻ നോക്കൂ. വെരി 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 ഈസി ക്വസ്റ്റ്യൻ. വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ റോഷൻ ബിയിൽ നിന്ന് അവസാനം ഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് in SI units at the center of a hexagonal shape coil of side 10 cm 50 turns carrying current. Okay, JEE 2020 question. ഞാൻ പറഞ്ഞു നിങ്ങളോട് ആ പോളിഗൺ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ്? മാഗ്നിറ്റ്യൂഡ്. യെസ്, യൂണിറ്റ്സ് ഓഫ് μ0 I/π ടേമിൽ വേണം ആൻസർ പറയാൻ. അപ്പോൾ ഇതേ ഇൻറ്റു സംതിങ് എന്നാണ് കിട്ടുക. ആ സംതിങ് ഇതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹെക്സഗൺ ആണ്. ഹെക്സഗൺ. അപ്പോൾ ഹെക്സഗൺ ആകുമ്പോൾ സൈഡ് ലെങ്ത് 10 cm തന്നിട്ടുണ്ട്. അപ്പോൾ റെഗുലർ ഹെക്സഗൺ ആണ്. അപ്പോൾ 6 സൈഡ്സ് ഉണ്ട്. നേരെ നമുക്ക് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് തറവാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്വേഷൻ വീണ്ടും പറയാണ്. μ0 Ni ഡിവൈഡഡ് ബൈ πL sin π/n tan π/n. ഓക്കെ, ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. μ0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, കാരണം അതിവിടെ നമുക്ക് അതിൻ്റെ ടേമിലാണ് വേണ്ടത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. 50 ടേൺസ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു n കൊണ്ട് നമ്മൾ അവസാനം മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് ആദ്യം കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. ആദ്യം μ0 I ഡിവൈഡഡ് ബൈ πനെ പുറത്തിട്ടു ഇൻറ്റു, കാരണം അതിൻ്റെ ടേമിലാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കേണ്ടതില്ല. ഓക്കെ, ഇൻറ്റു പിന്നെന്താ നമുക്ക് ഇതിലുള്ളത് നോക്കൂ. നമ്പർ ഓഫ് ടേൺസ് 50 അത് ആദ്യം കൊടുത്തു. നമ്പർ ഓഫ് സൈഡ്സ് എത്ര? അത് 6. ഡിവൈഡഡ് ഇൻറ്റു സൈൻ π/6. സൈൻ π/6 എന്ന് പറഞ്ഞാൽ സൈൻ 30. അതെത്ര? 1/2. സൈൻ tan 30 എത്രയാണ്? 1/√3. ഡിവൈഡഡ് ബൈ മറക്കല്ലേ, എൽ ഉണ്ട്. എൽ നമ്മൾ ചെയ്തില്ല. എൽ സൈഡ് ലെങ്ത് എത്ര? 10 cm. അപ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആയി. സബ്സ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആണ്. ഇനി നമുക്കത് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ π ഇൻറ്റു, നോക്കൂ കട്ട് ചെയ്തു 0 കട്ട് അല്ലേ. അതുപോലെ നോക്കൂ ഇവിടെ 2ഉം 6ഉം കട്ട് ചെയ്തു. അത് നമുക്കിവിടെ 3 എന്ന് കിട്ടി. ഇനി ഓക്കെ ഇത്രയല്ലേ ഉള്ളത്? യെസ്, നമുക്ക് ബാക്കി ചെക്ക് ചെയ്യാം. ദെർഫോർ നമുക്ക് അവിടെ 3 × 5 15 ശരിയല്ലേ? 3 × 5 15.
15 divided by root 3 into 10 raised to 2 into 10 raised to 2. Check ചെയ്യാം. That is mu 0 I divided by pi. നോക്കൂ 15 അങ്ങനെ ആൻസർ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നോക്കൂ 15 നമുക്ക് എന്ത് ചെയ്യാം 5 into 3 എന്ന് കൊടുത്ത് ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു 10 raised to 2. അപ്പോൾ 3യും റൂട്ട് 3യും കട്ട് ചെയ്താൽ ന്യൂമറേറ്ററിൽ റൂട്ട് 3 വന്നു. മാത്രമല്ല 5 into 100 500 ആയി. Therefore mu 0 I divided by pi into 500 root 3. 500 root 3. ഇതിൽ നമുക്ക് വേണ്ടത് ആരെയാണ്? നമുക്ക് വേണ്ടത് ഇതാ ഈ ടേമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. 500 root 3 is the right answer. 500 root 3. Yes. Okay. അപ്പോൾ the answer is 500 root 3. Okay അല്ലേ? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇനിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാൻ പോവാണ്. ഈ പാറ്റേണിലുള്ള വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. റെഡി? നോക്കൂ, ഇത് 2018 ചോദിച്ചിട്ടുണ്ട്, 2019 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. The magnitude of the magnetic field at the center of an equilateral triangular loop of side 1 meter which is carrying a current of 10 ampere. ഓക്കെ, അപ്പോൾ 10 ampere കറണ്ട് ക്യാരി ചെയ്യുന്നു. സൈഡ് 1 meter ആണ്. എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കുലാർ ലൂപ്പാണ്. ട്രയാങ്കുലാർ ലൂപ്പ്. യെസ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം. ഇവിടെ ഞാൻ നേരിട്ട് ഇക്വേഷനിലേക്ക് പോവാണ്. mu 0 എത്രയാണ്? 4 pi into 10 raised to -7. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. mu 0 n3 into I 10 ampere divided by pi into L side length 1 meter into sin pi by 3 tan pi by 3. That is equal to, നോക്കൂ ഇവിടെ നമുക്ക് pi കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ആരുള്ളത്? 3 into 4 12 into 10 raised to -6. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Sin 60 root 3 divided by 2 into tan 60 root 3. അപ്പോൾ 6 കാരണം 2 നോക്കൂ 2 12 കട്ട് 6 കിട്ടി. root 3 into root 3 3 into 6 18 into 10 raised to -6 Tesla. That is 18 micro Tesla is the right answer. 18 micro Tesla. Okay, 18 micro Tesla. അപ്പോൾ പോളിഗണുമായി ബന്ധപ്പെട്ട ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. കാരണം റീസെൻ്റ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ഞാൻ വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യണം, ഈ ചാപ്റ്ററിലെ എല്ലാ പോയിന്റുകളും കൂടെ സംസാരിക്കുന്ന ഒരു സെഷൻ അല്ല ഇത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരേ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. ഓക്കെ, അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാൽവനോമീറ്റർ കൺവേർഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഓക്കെ, ഗാൽവനോമീറ്റർ കൺവേർഷൻ. ഓക്കെ, ഇത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാനിതാ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 identical wires A and B each of length L carry same current I. ഒന്ന് ബെൻഡ് ചെയ്തിട്ട് സർക്കിൾ ഓഫ് റേഡിയസ് R ആക്കി, രണ്ടാമത്തെ ബെൻഡ് ഇൻ ദ ഫോം ഓഫ് സ്ക്വയർ. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതേ പാറ്റേൺ. സർക്കിളിൻ്റെ BA, മറ്റത് B വാല്യൂസ്, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആൻഡ് സ്ക്വയർ, ദെൻ റേഷ്യോ BA by BB എന്താണ്? അതിൽ സ്ക്വയറിൻ്റെത് നമുക്ക് ഈസി ആയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാം. പിന്നെ അതുപോലെ സർക്കിളിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. BI = എന്താ? mu 0 I divided by 2R. പക്ഷേ ഇവിടെ നമുക്ക് തോന്നും L ലെങ്ത് ഉള്ളതിനെയാണ് സർക്കുലാർ ഫോമിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ L ലെങ്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാ? L എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr. അപ്പോൾ R = ആരാ? L divided by 2π. അപ്പോൾ ഈ കാര്യം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു mu 0 I divided by 2 into L divided by 2π. അപ്പോൾ 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? mu 0
pi I divided by 2L എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. റെഡി അല്ലേ? ഓക്കെ. 2 കട്ട് ചെയ്തു കേട്ടോ. 2 നമുക്ക് മിസ്സായല്ലോ. 2 മിസ്സായിട്ടുണ്ട്. ഇതാ അവിടെ 2 കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 നമുക്കില്ല. വെറും L മാത്രമേ ഡിനോമിനേറ്ററിലുള്ളൂ. ഇനി നോക്കൂ, നമ്മുടെ സ്ക്വയറിൻ്റെ കേസാണ് നമ്മളോട് സംസാരിച്ചത്. സ്ക്വയറിൻ്റെ കേസിലാവുമ്പോൾ 4 ഇൻറ്റു സൈഡ് ലെങ്ത് 4A ആണ് L. അപ്പോൾ A ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ, സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞത് L/4 ആണ്. L/4. Therefore BB is equal to mu 0 side length 4 into current I കൊടുത്തു divided by pi L. അപ്പോൾ pi into L/4 ആണ്. into sin pi/4. sin pi/4 എന്ന് പറഞ്ഞാൽ 1/√2. tan pi/4 എന്ന് പറഞ്ഞത് 1. മനസ്സിലായോ? നേരത്തെ നമ്മൾ പഠിച്ച ഇതുവരെ ചെയ്ത അതേ ഇക്വേഷൻ നേരിട്ട് കൊടുത്തു. വേറെ ഒന്നുമില്ല അതിൽ. ഓക്കെ. യെസ്, നമുക്ക് mu 0നെ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം mu 0ൻ്റെ ടേമിലാണ് നമുക്ക് വേണ്ടത്. ബാക്കി നമുക്ക് ആരെയിലുള്ളത് നോക്കൂ. 4 മേലെ പോയി കഴിഞ്ഞാൽ 16 ആയി. അപ്പോൾ 16 mu 0 I divided by √2 pi L. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യൂ. 16 mu 0 I divided by √2 pi L ഇല്ല. ഇക്വേഷൻ നമ്പർ 2. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ നോക്കുക, അത് ഞാൻ ഇവിടെ കാണാണ്. BA divided by BB that is equal to mu 0 pi I divided by L into √2 pi L divided by 16 mu 0 I. 16 mu 0 I. നോക്കൂ, mu 0 I കട്ട് ചെയ്തു. L കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ആരാളുള്ളത്? then the rest is that is equal to √2 pi square divided by 16 ആണുള്ളത്. ഇങ്ങനെ ആൻസർ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് √2 pi square divided by 16 എന്ന് പറഞ്ഞാൽ എന്താ, 8 into 2 ആണ്. അതിൽ നോക്കൂ, 2ഉം √2 കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ √2 കിട്ടി. ഇപ്പോൾ ആൻസർ ഉണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് നോക്കൂ, pi square divided by 8√2. pi square divided by 8√2 is the right answer. Pi square divided by 8√2. Option B is correct. ഓക്കെ. നോക്കൂ, വളരെ പെട്ടെന്ന് നമ്മുടെ സമയം അവസാനിക്കാറായി. ഈ ഗാൽവനോമീറ്റർ കൺവേർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞ് അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് കാണാം. ഗാൽവനോമീറ്ററിനെ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസും അതുപോലെ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ കൺവേർഷൻ നമ്മൾ എന്താ ചെയ്യാം നോക്കൂ. ഗാൽവനോമീറ്ററിന് എക്രോസിൽ നമ്മൾ ഒരു സ്മോൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. യെസ്, ആ സ്മോൾ റെസിസ്റ്റൻസിനാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഐ കറണ്ട് ഇതിലൂടെ വരുന്നുണ്ടെങ്കിൽ IG കറണ്ട് ഇതിൽ അങ്ങോട്ട് പോയി. ഇതാരാണ്? ഇത് I-IG. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും I തന്നെ വന്നു. ഓക്കെ. അപ്പോൾ നോക്കൂ, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ G. നോക്കൂ, ഈ പോർഷനും ഈ പോർഷനും പാരലൽ ആണല്ലോ. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വോൾട്ടേജ് അക്രോസ് ഗാൽവനോമീറ്റർ എത്രയാണ്? IG ഇൻറ്റു ക്യാപിറ്റൽ G. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഷണ്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അതെത്ര? I-IG ഇൻറ്റു എസ്. ദാറ്റ് മീൻസ് I-IG ഇൻറ്റു എസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു IG ഇൻറ്റു ക്യാപിറ്റൽ G. ശരി, ഇതിൽ നിന്ന് ബാക്കിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഷണ്ടിൻ്റെ ഇക്വേഷനാണ് വേണമെങ്കിൽ എസ് ഷണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ടു IG ഡിവൈഡഡ് ബൈ I-IG ഇൻറ്റു ക്യാപിറ്റൽ G. ഓക്കെ, ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് ഒട്ടുമിക്ക പ്രോബ്ലംസും ഇതിലുള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഇതിൽ ആരാണ് IG? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കറണ്ട്. പക്ഷെ എങ്ങനെ പറയണം എന്നറിയോ? കറണ്ട് വിത്ത് വിച്ച് galvanometer
gives full scale deflection, and 0 to I എന്ന് പറഞ്ഞാൽ നമ്മളെ മാക്സിമം റേഞ്ച് ആണ്. അപ്പോൾ റിക്വയർഡ് അമ്മീറ്റർ റേഞ്ച്. ഓക്കെ, ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ കൺവേർഷൻ്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും പിന്നെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്റർ കൺവേർഷൻ. ആ വോൾട്ട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈ റെസിസ്റ്റൻസ് ആണ് നമ്മൾ സീരീസ്ലി കണക്ട് ചെയ്യുന്നത്. ഹൈ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. അത് നോക്കൂ, ഇവിടെ ഗാൽവനോമീറ്റർ കറണ്ട്. ഇനി ഇതിന് അക്രോസിലുള്ള മൊത്തം വോൾട്ടേജ് ഇത് നോക്കൂ, ഈ മൊത്തം വോൾട്ടേജ് ഞാൻ വി എന്ന് കൊടുക്കുകയാണ്, വി. അപ്പോൾ ആ വീനെ നമുക്ക്, അല്ലെങ്കിൽ നോക്കൂ IG നമുക്ക് എന്ത് എഴുതാം? IG എന്ന് പറഞ്ഞത് ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു അതിന് അക്രോസിലുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആരാ? R പ്ലസ് ക്യാപിറ്റൽ G ആണ്. ഓക്കെ, അപ്പോൾ R പ്ലസ് ക്യാപിറ്റൽ G ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ IG എന്ന് കിട്ടി. IG. ശരി, അപ്പോൾ ആറിൻ്റെ വാല്യൂ നമുക്ക് ഇത് വരുന്നുണ്ടാക്കാം. R ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ IG മൈനസ് ക്യാപിറ്റൽ G എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസുകളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 2022 ക്വസ്റ്റൻ ആണ് കേട്ടോ. 2022 ക്വസ്റ്റൻ ആണ്. എ 72 ohm galvanometer is shunted by a resistance of 8 ohm. അപ്പോൾ 8 ohm ആണ് ഷണ്ട് റെസിസ്റ്റൻസ്. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് 72 ohm ആണ്. 72 ohm is the galvanometer resistance. ക്ലിയർ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കറണ്ട് which passes through the galvanometer. ഓക്കെ, എഗൈൻ നിങ്ങൾ പെർസെൻറ്റേജ് കണ്ട് പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യാം. ഈ പറഞ്ഞ ഐഡിയ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. നോക്കൂ, നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താ? ആ വോൾട്ടേജ് തമ്മിൽ ഈക്വൽ ആണെന്ന് ആലോചിക്കുക. ഗാൽവനോമീറ്ററിന് അക്രോസിലുള്ള വോൾട്ടേജും ഷണ്ടിന് അക്രോസിലുള്ള വോൾട്ടേജും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഗാൽവനോമീറ്ററിന് അക്രോസിലുള്ള വോൾട്ടേജ് എന്താ? IG ഇൻറ്റു G. മറ്റതെന്താണ്? I മൈനസ് IG ഇൻറ്റു എസ്. ഓക്കെ, നമുക്ക് ടോട്ടൽ കറണ്ട്, പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കറണ്ട് വിച്ച് പാസസ് ത്രൂ ദ ഗാൽവനോമീറ്റർ എന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? IG. അത് എത്ര പെർസെൻറ്റേജ് ആണ്? ടോട്ടൽ കറണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ അവസാനം കണ്ടെത്തേണ്ട കാര്യം. നോക്കൂ, ഗാൽവനോമീറ്റർ കറണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഇനി നിങ്ങൾ ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ. നോക്കൂ, സിമ്പിളാണ്. അതിന് നമുക്ക് IG ഡിവൈഡഡ് ബൈ I മൈനസ് IG ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് ബൈ ജി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ എസ് ബൈ ജി ക്വസ്റ്റ്യനിലുണ്ട്. എസ് ആരാണ്? 8 ആണ്. ഡിവൈഡഡ് ബൈ 72. ഇതെത്ര? ഇത് 1/9 ആണ്. 1/9. ഓക്കെ, ഇതിനെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. നോക്കൂ, റെസിപ്രോക്കൽ എടുത്താൽ എന്താ കിട്ടുക? I മൈനസ് IG ഡിവൈഡഡ് ബൈ IG ഈക്വൽ ടു 9 കിട്ടി. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? നോക്കൂ, I മൈനസ് IG ഇവിടെ കിട്ടും. ഇത് IG ബൈ IG 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓർ I ഡിവൈഡഡ് ബൈ IG മൈനസ് IG ബൈ IG ദാറ്റ് ഈസ് 1 ഈക്വൽ ടു 9. റെഡി? ഓർ I ഡിവൈഡഡ് ബൈ IG ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കിട്ടി. നമുക്ക് തിരിച്ചാണ് വേണ്ടത്. Therefore, IG divided by I into 100%. That is equal to എത്ര? 1/10 into 100%. 1/10 into 100%. ഒരു 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര ഉള്ളത്? 10% is the final answer. Option B is the right answer. Option B. കിട്ടിയോ നിങ്ങൾക്ക്? സിമ്പിൾ അല്ലേ അത്? എവിടെയാണ് മിസ്സിങ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ മിസ്സിങ് എവിടെയെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ. നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യൂ. എവിടെയാണ് മിസ്സിങ് പറ്റിയത്? ഒരു പ്രയാസമില്ലല്ലോ.
കാരണം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതാണ് കണ്ടെത്തേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് മാത്രമേ ഇതിലുള്ളൂ, മറ്റൊന്നും അതിലില്ല. അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ക്വസ്റ്റ്യൻ 2022 ക്വസ്റ്റ്യൻ തന്നെയാണ്. വീണ്ടും സി 2022 ക്വസ്റ്റ്യൻ ലെങ്തി കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. എ ടീച്ചർ ഇൻ ഹിസ് ഫിസിക്സ് ലബോറട്ടറി okay. A teacher in his physics laboratory allotted an experiment to determine the resistance G of a galvanometer. Students took the observation for 1/3 deflection in the galvanometer. അപ്പോൾ galvanometer deflection 1/3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഗാൽവനോമീറ്ററിന്റെ റേഞ്ച്, ഫുൾ റേഞ്ച് എത്ര? I, ഫുൾ കറണ്ട് I. ഇവിടെ അതിൻ്റെ 1/3 വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ IG എന്ന് പറഞ്ഞത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ അല്ല ഈ കേസിൽ, മറിച്ച് എന്താ? ടോട്ടലിന്റെ 1/3 ആണ് IG. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഭാഗം വായിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് എഴുതണം ശരിക്കും? IG is equal to I/3 എന്ന് നമ്മൾ ഇവിടെ തന്നെ നോക്കി എഴുതണം. ഓർ I equal to 3IG. 3IG എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് നേരിട്ട് തന്നെയാണ് വേണ്ടത്. ഓക്കെ, IG is equal to I/3. ഇനി ക്വസ്റ്റൻ എന്താ? വിച്ച് ഓഫ് ദ ബിലോ ഈസ് ട്രൂ ഫോർ മെഷറിംഗ് ദ വാല്യൂ ഓഫ് G? ജീൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? എന്താണ് ഓപ്ഷൻസ്? 1/3 ഡിഫ്ലക്ഷൻ മെത്തേഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ. അങ്ങനെ 1/3 പാർട്ട് കറണ്ട് പോയിട്ട് നമുക്കിത് ഈ മെത്തേഡിൽ ഇത് മെഷർ ചെയ്യാൻ പറ്റില്ല, അടുത്ത് മെഷർ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം എന്താണ്? IG ഈക്വൽ ടു I/3 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള എന്താ? IG ഇൻറ്റു ക്യാപിറ്റൽ G ഈക്വൽ ടു I-IG ഇൻറ്റു S. വോൾട്ടേജ് രണ്ട് ഈക്വൽ ആണ്, പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എസ്സിന് എന്ത് എഴുതാം? S ഇസ് ഈക്വൽ ടു IG ഡിവൈഡഡ് ബൈ I-IG ഇൻറ്റു S. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IGൻ്റെ വാല്യൂ എത്ര കിട്ടി? I/3 whole divided by I-I/3 into S. Ready? That is equal to I divided by 3 ഞാൻ ഇവിടെ താഴെ എഴുതി. I ഇവിടെ എത്ര വരിക? 3I ഡിനോമിനേറ്ററിൽ 3I മൈനസ് I, അതെത്ര? 2I ഡിവൈഡഡ് ബൈ 3. ക്ലിയർ? ഇവിടെ നോക്കൂ, ഡിനോമിനേറ്ററിൽ 3ഉം കട്ട് ചെയ്തു, ഇവിടെ Iയും കട്ട് ചെയ്തു. പിന്നെ ആരും കൂടി ഉണ്ട് അവിടെ? ഇവിടെ S കൂടെ ഉണ്ട്. S ഇല്ലേ? റെഡിയല്ലേ? 2/3 ഹോൾ ഡിവൈഡഡ് ബൈ I/3. ജസ്റ്റ് എ സെക്കൻഡ് നോക്കൂ, ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് S നമ്മൾ ഇങ്ങോട്ട് എടുത്തല്ലോ. റെഡി. ഓക്കെ, നൗ ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ S is equal to I/3 നമുക്ക് കൊടുക്കാം. അപ്പോൾ I/3. ഞാനിവിടെ എഴുതി കൊടുത്ത് ചെറിയ മിസ്സിങ് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന്. ഇവിടെ S is equal to ജീനാണ് എഴുതേണ്ടതിന് പകരം ഞാൻ S is equal to IG ഡിവൈഡഡ് ബൈ ഇവിടെ G ആണ്. ദിസ് ഈസ് G. റെഡി അല്ലേ? ഓക്കെ, ആ ജിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ജീൻ്റെ വാല്യൂ G ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ G ഇൻ ടേംസ് ഓഫ് S ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആവശ്യം തിരിച്ചാണ്. നമുക്ക് എസിൻ്റെ വാല്യൂ അല്ല, ജിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ I-IG ഡിവൈഡഡ് ബൈ IG ഇൻറ്റു S ആണ്. ഓക്കെ, I ആരാണ്? I തന്നെ. IG ആരാ? I/3 ഡിവൈഡഡ് ബൈ I/3 ഇൻറ്റു S. ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ നോക്കൂ, 3I മൈനസ് I, ദാറ്റ് ഈസ് 2I ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു I/3 ഇൻറ്റു S. കഴിഞ്ഞു. നോക്കൂ, 3 കട്ട്, I കട്ട്, ബാക്കി ആരാ നമുക്കുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2S ഈസ് ദ റൈറ്റ് ആൻസർ. 2S. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ കിട്ടുക? ട്വൈസ് ദ ഷണ്ട് റെസിസ്റ്റൻസ് ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 1 ഓൾറെഡി നമുക്ക് തെറ്റാണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. 1/3 deflection method can be used, and in this case the G equals to twice the value of shunt resistance. Yes, that is the right option.
Option B is correct. Option B is correct. Okay, one more question. The last question. ഇതിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ടൈം എക്സീഡ് ചെയ്തു. ഓക്കെ, യെസ്, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. A little bit interesting question. Consider a galvanometer shunted with a 5 ohm resistance. Okay, അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് നോക്കൂ, 5 ohm, ഷണ്ടഡ് വിത്ത് 5 ohm. 2% ഓഫ് ദ കറണ്ട് പാസസ് ത്രൂ ഇറ്റ്. 2% ആണ് ഏതിലൂടെ പാസസ് ത്രൂ ഇറ്റ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ ആളിലൂടെ എന്ന് വെച്ചാൽ ഷണ്ടിലൂടെ പാസ് ചെയ്യുന്നതല്ല, ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കേട്ടോ. അത് മറക്കരുത്, ഇത് മാറിയാൽ ആൻസർ തെറ്റി. 2% പോണ് ഗാൽവനോമീറ്റർ, കാരണം കൺസിഡർ ദ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്നിട്ടോ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ ഗാൽവനോമീറ്റർ? ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അത് നോക്കൂ, ഗാൽവനോമീറ്ററിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ഐഡിയ കിട്ടും. നോക്കൂ, ഇതാണല്ലോ നമ്മുടെ ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഐ കറണ്ട് വരുന്നു, അതിൽ ഇതിലൂടെ പോകുന്നത് 2%. 2% പറഞ്ഞാൽ 2/100, 0.02 ഐ ഇതിലൂടെ വരുന്നു. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? 0.98 ഐ ആണ് ഇതിലൂടെ വരിക. ദിസ് ഈസ് ദ ഷണ്ട് റെസിസ്റ്റൻസ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞ് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ്. ഒറ്റയടിക്ക് ആൻസർ കിട്ടി. നോക്കൂ, ദ ഈ വോൾട്ടേജ് ഇൻറ്റു ദിസ് വോൾട്ടേജ്, ഇത് രണ്ടും എന്താ ഈക്വൽ, അത് ഇക്വേറ്റ് ചെയ്ത് തന്നെ ആൻസർ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് വോൾട്ടേജ്, അപ്പോൾ 0.02 ഐ ഇൻറ്റു ജി, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98 ഐ ഇൻറ്റു എസ്. എഗെയിൻ ആദ്യമേ ഐ നമുക്ക് കട്ട് ചെയ്യാം. ഐ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു ജി ഈസ് ഈക്വൽ ടു 0.98 ഇൻറ്റു എസ് എത്ര 5 ഡിവൈഡഡ് ബൈ 0.02. 98ന്റെ പകുതി എത്രയാണ്? 49. അപ്പോൾ ഇവിടെ എത്ര കിട്ടാൻ നോക്കൂ, ഇവിടെ 0.49. ഓക്കെ, പിന്നെ ഡിനോമിനേറ്ററിൽ, അതായത് നോക്കൂ, ഇത് 2 × 10⁻² എന്നല്ലേ? ഓക്കെ, അപ്പോൾ 0.98ന് ഡിവൈഡഡ് ബൈ 2 കൊടുത്താൽ 0.49 കിട്ടും. പിന്നെ 10⁻² മേലെത്തുമ്പോൾ അഗെയിൻ 49 ആയി. ഇൻറ്റു 5 49 × 5 50 × 5 എത്ര? 250. അപ്പോൾ അതിൽ നിന്ന് 5 കുറക്കുക. അപ്പോൾ എത്ര ഉണ്ടാവുക? 245 ohm is the final answer. 245 ohm is the final answer. നോക്കൂ, ഇനിയും സിമിലർ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ് എന്ന് നിങ്ങളോട് ഓൾറെഡി അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ജെഇക്ക് ഫിസിക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കൊരിക്കലും ഒതുങ്ങാത്ത ക്വസ്റ്റ്യൻ അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് തന്നെയാണ് വേണ്ടത്. നമ്മളൊന്ന് ഇത്തിരി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് കിട്ടും. അതിനനുസരിച്ചിട്ട് ഇനിയുള്ള വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് പാകപ്പെട്ട് കഴിഞ്ഞാൽ ഈ വർഷത്തെ ജെഇ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ ഇൻ ദിസ് വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. ഗുഡ് ബൈ.